ഒമാനിൽ ഊർജ ധാതു മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസുകൾ സ്വന്തമാക്കുന്നതിന് ഗ്രേസ് പീരീഡ് അനുവദിച്ച് തൊഴിൽ മന്ത്രാലയം. സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കും 2026 ജൂൺ 1 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഒമാനിലെ ഊർജ ധാതു മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസുകൾ സ്വന്തമാക്കുന്നതിന് 2026 ജൂൺ 1 വരെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. ഇക്കാലയളവിനുള്ളിൽ തൊഴിലാളികളും സ്ഥാപനങ്ങളും അവരുടെ പ്രൊഫഷണൽ ലൈസൻസിംഗ് സ്റ്റാറ്റസ് ശരിയാക്കണം. വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും ഇത് നിർബന്ധമാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജൂൺ 1 വരെ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായ തൊഴിലാളികൾക്ക് ഈ കാലയളവിൽ വർക്ക് പെർമിറ്റുകൾ നൽകാനും പുതുക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം സെക്ടർ സ്കിൽസ് യൂണിയൻ നൽകുന്ന സാധുവായ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ ഈ മേഖലയിലെ നിർദ്ദിഷ്ട തൊഴിലുകൾക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തൊഴിലാളികളും സമയപരിധി പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും ദേശീയ തൊഴിൽ ശക്തിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം. ഊർജ്ജ ഖനന മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമുള്ള തൊഴിലുകളുടെ പൂർണ്ണ പട്ടികയും മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. മീഡിയ 1, മസ്കത്ത്.